തൃശൂരിൽ ആം ആദ്മിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. തൃശൂർ നെഹ്റു പാർക്കിന് സമീപം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആം ആദ്മി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. എയിംസ് വരാൻ ഏറ്റവും അനുയോജ്യം ആലപ്പുഴയാണെന്നും സർക്കാർ തടസ്സം നിന്നാൽ സമരരംഗത്തിറങ്ങുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ സാധാരണക്കാരിൽ നിന്നും അറിയാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പ്രഥമ കലുങ്ക് സൗഹാർദ്ദം വികസന സംവാദം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുള്ള് മനക്കൊടി റോഡ് മഴക്കാലത്ത് 3 മാസത്തിലേറെ വെള്ളത്തിൽ മുങ്ങി ഗതാഗതം നിലയ്ക്കുന്നതും പാടശേഖരങ്ങളിലെ മത്സ്യകൃഷി മൂലം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നതും നെൽകർഷകർക്ക് നെൽവില യഥാസമയം ലഭിക്കാത്തതും നിരോധിത കീടനാശിനി പ്രയോഗം മൂലം വർദ്ധിക്കുന്ന ക്യാൻസർ രോഗ ഭീഷണിയും ആശ്വാസ കേന്ദ്രം നിർമ്മാണത്തിലെ അനന്തമായ കാലതാമസവും നാട്ടുകാർ ഉന്നയിച്ചു. തകർന്ന ചാഴൂർ കമാൻഡോ മുഖം പുനർനിർമ്മിക്കാൻ 50 ലക്ഷം രൂപ നൽകാമെന്നേറ്റ തന്നോട് അതാവശ്യമില്ല എന്ന നിലപാടായിരുന്നു സർക്കാരിൻ്റേത്. അന്ന് നിർമ്മിക്കുമെന്ന് പറഞ്ഞ കമാൻഡോ മുഖം സ്ലൂയിസിന്റെ 10% പോലും ഇപ്പോഴും നിർമ്മിച്ചിട്ടില്ല. ഏനാമാവ് റെഗുലേറ്റർ നിർമ്മാണത്തിന്റെ കാര്യത്തിലും തന്നെ ഒഴിവാക്കുന്ന സമീപനമാണ് സർക്കാർ തുടരുന്നത്. നാടിന്റെ പ്രശ്നങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടും മെമ്പറോടും പരിഹാരം ആവശ്യപ്പെടാൻ ജനങ്ങൾ തയ്യാറാകണം. ബി.ജെ.പി. ഭരിക്കുന്ന അവണിശ്ശേരി പഞ്ചായത്തിൽ തന്റെ ഫണ്ടുപയോഗിച്ച് 1500 പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയും 6 റോഡുകളുടെ നിർമ്മാണവും തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മേഖലയിലെ വെള്ളക്കെട്ട് ഭീഷണി പഠിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ബി.ജെ.പി. നേതാക്കളായ ദേവൻ, എം.വി. ഗോപകുമാർ, എ. നാഗേഷ്, ബിജോയ് തോമസ്, ജസ്റ്റിൻ ജേക്കബ്, കെ.ആർ. ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തെരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ വഴിയോര കച്ചവടം സജീവം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് കച്ചവടം നടക്കുന്നത്. പടിഞ്ഞാറേ നടയിൽ ക്ഷേത്രത്തിനടുത്തുള്ള ചില വ്യാപാരികളാണ് നടപ്പുരയിലേക്ക് കയറി നിന്ന് പ്ലാസ്റ്റിക് പാത്രങ്ങളും സഞ്ചിയും വിൽപ്പന നടത്തുന്നത്. സ്ത്രീകളടക്കം 10ഓളം പേരാണ് സംഘത്തിലുള്ളത്. ഇവർ നടപ്പുരയിൽ നിരക്കുമ്പോൾ ഭക്തർക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദങ്ങളും മറ്റു സാധനങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള സഞ്ചിയും പായസം വാങ്ങിക്കുന്നതിനുള്ള പാത്രങ്ങളാണ് വിൽക്കുന്നത്. ദേവസ്വം നേരിട്ട് ഇത്തരം സാധനങ്ങൾ വിൽക്കാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് വാങ്ങാതെ പോകുന്നവരെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും ഇവ വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിനെ മറികടന്നാണ് ചില വ്യാപാരികൾ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത്.
ഭക്തർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും കച്ചവടക്കാർ ഓടിയെത്തും. ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ നിർബന്ധിക്കും. വാങ്ങാതെ പോയാൽ പുറകെ കൂടും. ഭൂരിഭാഗം പേരും ശല്യം സഹിക്കാനാകാതെ എന്തെങ്കിലും വാങ്ങിക്കും. പ്രായമായവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഇവരുടെ സമീപനം. ഇവർക്കെതിരെ വലിയ വിഭാഗം വ്യാപാരികളും രംഗത്തുണ്ട്. ഇത്തരക്കാരെ നിയന്ത്രിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. TCV ന്യൂസ്, ഗുരുവായൂർ. കൂർക്കഞ്ചേരി കൃഷിഭവന് മുൻപിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹ്യവിരുദ്ധർ തകർത്തു. സംഭവത്തിൽ നെടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓപ്പൺ ജിം പാർക്കിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഐ ലവ് കുറുക്കഞ്ചേരി എന്ന ലൈറ്റ് ബോർഡാണ് ഇന്ന് രാവിലെ തകർത്ത നിലയിൽ കാണപ്പെട്ടത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 17-നാണ് തൃശൂർ കോർപ്പറേഷൻ കുറുക്കഞ്ചേരി ഡിവിഷനിലെ ഈ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ലൈറ്റ് ബോർഡാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് തകർത്തതെന്നാണ് സൂചന. അതേസമയം ഓപ്പൺ ജിം പാർക്കിലെ വ്യായാമ ഉപകരണങ്ങൾക്കൊന്നിനും കേടുവരുത്തിയിട്ടില്ല. ലൈറ്റ് ബോർഡ് പ്രകാശിക്കുമ്പോൾ മനോഹര കാഴ്ചയായിരുന്ന ഇവിടം ഒരു സെൽഫി കോർണറായി മാറിയിട്ടുണ്ടായിരുന്നുവെന്ന് ഡിവിഷൻ കൗൺസിലർ വിനീഷ് തയ്യിൽ പറഞ്ഞു. കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. ഇതൊക്കെ വെട്ടി വെടുപ്പാക്കി നഗരത്തിന് ഒരു സൗന്ദര്യവൽക്കരണം നടത്തിയതിന് ശേഷമാണ് നമ്മളിവിടെ ഓപ്പൺ ജിം സ്ഥാപിച്ചത്. രാത്രി 10 മണി വരെ ഇവിടെ ഈ ജിമ്മിൽ സ്ത്രീകളും പുരുഷന്മാരും ഇത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നത് കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം ഈ വികസന വിരോധികളായ ആളുകൾ ഇന്നലെ രാത്രി ലൈറ്റ് ബോർഡാണ് ഇന്നലെ രാത്രി തകർക്കപ്പെട്ടത്. ഏകദേശം ഞാൻ രാത്രി 12 മണിക്ക് ഇതിൽ പോകുമ്പോൾ ഇത് കത്തിട്ടുന്നുണ്ടായിരുന്നു. പുലർച്ചെ 5 മണിക്ക് ജിമ്മിൽ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിലാണ് ഇത് തകർത്തിട്ടുള്ളത്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്ന ഈ സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞ മാസം ഓപ്പൺ ജിം പാർക്കും ലൈറ്റ് ബോർഡും സ്ഥാപിച്ചതോടെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ വ്യായാമത്തിനും മറ്റുമായി വരാൻ തുടങ്ങിയിരുന്നു. സംഭവത്തിൽ ഡിവിഷൻ കൗൺസിലർ വിനേഷ് തയ്യിൽ നൽകിയ പരാതിയെ തുടർന്ന് നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. TCV തൃശൂർ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ 47 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 1 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേർ മരിച്ചതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്ക ഉയർത്തുകയാണ്. എങ്ങനെയാണ് ഈ രോഗം ബാധിക്കുന്നത്? ലക്ഷണങ്ങൾ എന്തെല്ലാം? ചികിത്സാ വിധികൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടന്നാണ് രോഗം ബാധിക്കുന്നത്. 97% മരണനിരക്കുള്ള രോഗമാണിത്. രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. അണുബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, നിഷ്ക്രിയരായി കാണപ്പെടുക, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവ കാണാറുണ്ട്. രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണം. നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് PCR പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന 5 മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ. വേഗത്തിൽ മരുന്നുകൾ നൽകി തുടങ്ങിയാൽ രോഗം ഭേദമാകും. ന്യൂസ് ഡെസ്ക് TCV. വരന്തരപ്പള്ളി കവരംപള്ളിയിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി പ്രദേശവാസികൾ. ബുധനാഴ്ച രാത്രി 9 കവരംപള്ളി മുളന്തറ ബിനോജാണ് വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി പറയുന്നത്. രാത്രി വലിയ ശബ്ദം കേട്ടാണ് ബിനോജ് വീടിന് പുറത്തിറങ്ങി നോക്കിയത്. ടോർച്ച് വെളിച്ചത്തിലാണ് ഒരു ജീവി ഇരിക്കുന്നതായി കണ്ടത്. തുടർന്ന് മൊബൈലിൽ ജീവിയുടെ വീഡിയോ പകർത്തുകയും വനപാലകരെ അറിയിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അതേസമയം പാലപ്പിള്ളി കാരികുളം പാടിക്ക് സമീപം പുലിയുടെ ആക്രമണത്തിൽ ചത്തതെന്ന് സംശയിക്കുന്ന നിലയിൽ പശുക്കുട്ടിയുടെ ജഡം കണ്ടെത്തി. അടിയന്തരമായി പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി അറിയിച്ചു. ലോകം അശാന്തിയിലേക്ക് നീങ്ങുന്നത് ആശങ്കാജനകമാണെന്നും യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് ലോക ജനതയ്ക്ക് സമാധാനത്തിന്റെയും ശാന്തിയുടെയും മാർഗം കൊണ്ടുവരുന്നതിനായി ഐക്യരാഷ്ട്രസഭ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ മിലാദ് കോൺഫറൻസിന്റെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് ഖത്തറിലും മറ്റ് രാജ്യങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിടുന്നത് ഭീരുത്വമാണ്. ലോകത്ത് മുഴുവനും അശാന്തി പടരാൻ കാരണമായ ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ രംഗത്തു വന്നില്ലെങ്കിൽ ഭീതിജനകമായ സാഹചര്യമാണ് ഉടലെടുക്കുക എന്നും
ലോക സമാധാനത്തിന് ഇന്ത്യ മുൻകൈയെടുക്കണമെന്നും കാന്തപുരം പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ, SYS സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം, സമസ്ത ജില്ലാ പ്രസിഡന്റ് താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, PSK മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. റാപ്പർ വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് ആവശ്യം. വേടനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായി പരാതിയിൽ പറയുന്നു. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ഇതിലൂടെ ശ്രമം എന്നും പരാതിയിൽ പറയുന്നു. പന്നിയങ്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ദേശീയപാത അതോറിറ്റിക്കും കളക്ടർക്കും പരാതി നൽകി. പന്തലാംപാടം ജനകീയ സമിതിയാണ് പരാതി നൽകിയത്. വടക്കഞ്ചേരി പന്തലാംപാടം, ചുവട്ടുപാടം, വാണിയമ്പാറ എന്നിവിടങ്ങളിലെ സർവീസ് റോഡും മേൽപ്പാലത്തിന്റെയും പണികൾ പൂർത്തീകരിക്കാതെ ടോൾ പിരിവ് നടത്തുന്നത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പന്തലാംപാടം ജനകീയ സമിതി ദേശീയപാത അതോറിറ്റിക്കും കളക്ടർക്കും പരാതി നൽകിയത്. നിലവിലെ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് നടപ്പിലാക്കിയ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ അവലോകന യോഗം തൃശൂരിൽ നടന്നു. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ബിരുദ പ്രോഗ്രാമുകളെ മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമുകളായി പുനഃക്രമീകരിക്കാൻ തീരുമാനമായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കഴിഞ്ഞ വർഷം അക്കാദമിക് കലണ്ടർ അനുസരിച്ച് പരീക്ഷയും ഫലപ്രഖ്യാപനവും നടത്താൻ സാധിച്ചു. സമാനമായ രീതിയിൽ മുന്നോട്ടു പോകും. ചോദ്യബാങ്ക് തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണ നവംബർ 3 മുതൽ 18 വരെയുള്ള തീയതികളിൽ 1-3 സെമസ്റ്റർ പരീക്ഷകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ 15-നകം അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യ ബാങ്കുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർവകലാശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. ചോദ്യ ബാങ്ക് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് AI സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടും യോഗത്തിൽ ചർച്ചകൾ ഉണ്ടായി. സിലബസ് പരിഷ്കരണത്തിനൊപ്പം AI ഉൾപ്പെടെയുള്ള പഠന രീതികളെക്കുറിച്ചും അധ്യാപകർക്ക് ഡിസംബറിനകം പരിശീലനം നൽകും. സംസ്ഥാന തലത്തിൽ എന്ന പോലെ എല്ലാ മാസവും സർവകലാശാലാ തലത്തിലും അവലോകനം നടത്തും. വിദ്യാർത്ഥികളുടെ പരാതികളും ആശങ്കകളും പരിഹരിച്ച് മുന്നോട്ടു പോകും. 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരാതികളോ ആശങ്കകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സമയബന്ധിതമായിട്ട് പരിഹരിക്കുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ എല്ലാ തലങ്ങളിലും ഉറപ്പാക്കിയിട്ടുണ്ട്. NCC, NSS തുടങ്ങിയവയെ വാല്യൂ ആഡഡ് കോഴ്സുകളാക്കി അതിലെ വിദ്യാർത്ഥികൾക്ക് ക്രെഡിറ്റ് നേടാൻ അവസരമൊരുക്കും. എല്ലാ കോളേജുകളിലും സർവകലാശാലകളിലും നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ രൂപീകരിച്ച് ക്രെഡിറ്റ് ലിങ്ക്ഡ് ഹ്രസ്വകാല നൈപുണ്യ കോഴ്സുകൾ ഉറപ്പുവരുത്തും. ഓൺലൈൻ കോഴ്സുകൾക്കായി K-Learn എന്ന പേരിൽ പ്ലാറ്റ്ഫോം ഒരുക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ലഭ്യമാക്കാൻ പോർട്ടൽ ഉടൻ സജ്ജമാക്കും. എന്നിവയാണ് യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളും ധാരണകളും. 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ അതിലൂടെ ലഭ്യമാകും. സമ്പൂർണമായും സൗജന്യമായുള്ള ഇന്റേൺഷിപ്പ്, സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ്, അങ്ങനെ 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പുകൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് ആ ഇന്റേൺഷിപ്പ് പോർട്ടൽ തയ്യാറാക്കുന്നത്. വിഷൻ 2031 ഭാഗമായി ഒക്ടോബർ 18 കോട്ടയത്ത് വെച്ച് സെമിനാർ സംഘടിപ്പിക്കും. ദേശീയതലത്തിൽ മികച്ച നേട്ടം കൈവരിച്ച സർവകലാശാലകളെയും കോളേജുകളെയും തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന എക്സലൻഷ്യ പരിപാടിയിൽ വച്ച് അഭിനന്ദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് നിർമ്മാണത്തിൽ KSTPയുടെ നിരന്തര മേൽനോട്ടം ഉറപ്പാക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശിച്ചു. ഇരിഞ്ഞാലക്കുട റോഡ് നിർമ്മാണത്തിലെ പുരോഗതി വിലയിരുത്തുന്നതിനായി തൃശൂർ രാമനിലയത്തിൽ ചേർന്ന യോഗത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നടക്കുന്ന മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും അടുത്ത വർഷം ഫെബ്രുവരി 28-നകം പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഠാണ ചന്തക്കുന്ന് റോഡിൽ ചാലക്കുടി ഭാഗത്തേക്കും മൂന്നുപീടിക ഭാഗത്തേക്കുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗത്തിൽ വിലയിരുത്തി. ഠാണ ചന്തക്കുന്ന് ഭാഗത്തെ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പുരോഗമിക്കുകയാണ്. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. കാന നിർമ്മാണം പൂർത്തിയായ ശേഷം നടപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും KSTP ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. ഹിന്ദു വിശ്വാസ് യൂട്യൂബ് ചാനലിനെതിരെ പാറമേക്കാവ് ദേവസ്വം നൽകിയ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. പാറമേക്കാവ് ക്ഷേത്രത്തെ സംബന്ധിച്ച് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ വിശ്വാസികൾക്കിടയിൽ ശത്രുതയും ഭിന്നിപ്പും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് ദേവസ്വം നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ക്ഷേത്രത്തിൽ വെച്ച് റീൽസ് ചിത്രീകരണം നടത്തിയെന്നും ഒരു നായക നടൻ ക്ഷേത്ര പരിസരത്ത് പുകവലിച്ചുവെന്നും അവകാശപ്പെടുന്ന ദൃശ്യമാണ് യൂട്യൂബ് ചാനൽ നൽകിയത്. എന്നാൽ മറ്റെവിടെയോ ചിത്രീകരിച്ചതിന് ശേഷം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദൃശ്യം അപ്ലോഡ് ചെയ്തതാണെന്ന് ദേവസ്വം വ്യക്തമാക്കുന്നു. ജന്മാഷ്ടമിക്ക് ഗുരുപവനപുരിയെ കൃഷ്ണലീലകളിൽ ആറാടിക്കാൻ ഗോപികമാർ ഒരുങ്ങി. ക്ഷേത്രനഗരിയെ അമ്പാടിക്കണ്ണന്റെ വൃന്ദാവനമാക്കാനുള്ള ഒരുക്കങ്ങളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്. അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ അർദ്ധരാത്രിയിൽ പിറന്ന കണ്ണനാമുണ്ണിയുടെ പിറന്നാളാണ് ഞായറാഴ്ച. ലോകമെമ്പാടു നിന്നുമുള്ള കൃഷ്ണഭക്തർ ഗുരുവായൂരിലെത്തും. തെരുവീഥികൾ ഉണ്ണിക്കണ്ണന്മാരാൽ നിറയും. അപ്പവും നറുവെണ്ണയും ഒഴുകും. നൂറുകണക്കിന് ഉറികൾ പൊട്ടിച്ചിതറും. രാധയും തോഴിമാരും മതിമറന്ന് ആനന്ദിക്കും. ഗുരുവായൂർ നായർ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് പ്രധാന ആഘോഷ പരിപാടി നടക്കുന്നത്. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 10 ആരംഭിക്കുന്ന ഘോഷയാത്ര ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി വണങ്ങി ഉച്ചയ്ക്ക് തിരിച്ചെത്തി സമാപിക്കും. ദേവീദേവന്മാരുടെ ചൈതന്യ പൂർണ്ണ തിടമ്പുകൾ പ്രതിഷ്ഠിച്ച ജീവിത എഴുന്നള്ളത്ത്, കൃഷ്ണരഥം, രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികൾ എന്നിവ ഘോഷയാത്രയെ ഭക്തിസാന്ദ്രമാക്കും. ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കമ്മിറ്റി ജനറൽ കൺവീനർ അറിയിച്ചു. രാധാമാധവ നൃത്തത്തിനൊപ്പം തന്നെ കംസന്റെ രംഗപ്രവേശവും ഈ വർഷത്തെ അഷ്ടമിരോഹിണി മഹോത്സവത്തിൽ സവിശേഷതയാണ്. രാധാമാധവ നൃത്തത്തിനൊപ്പം തന്നെ ദേവരൂപങ്ങളുടെ കെട്ടുകാഴ്ചകൾ അതിമനോഹരമാണ്. അതും എല്ലാ കാര്യങ്ങളും അഷ്ടമിരോഹിണി മഹോത്സവത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറെക്കുറെ സമംഗളം തീർത്തിരിക്കുകയാണ്. ഇനിയും ഭഗവാന്റെ പിറന്നാൾ ആഘോഷം എത്തിയെന്ന ദിവസം കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. അതിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ആനന്ദത്തോടെയാണ് അതിന്റെ പ്രവർത്തകരെല്ലാം കാത്തിരിക്കുന്നത്. വഴിനീളെ കെട്ടിത്തൂക്കിയ ഉറികൾ അടിച്ചുടച്ച് ഗോപാലകരം ചുവടുവെക്കും. ഗോപികാ നൃത്തം, രാധാമാധവ നൃത്തം എന്നിവയാണ് ഘോഷയാത്രയുടെ പ്രധാന ആകർഷണം. രാത്രിയിൽ ദേവരൂപങ്ങളുടെ കെട്ടുകാഴ്ചയും ഉണ്ടാകും. നൃത്ത ചുവടുകൾ ഉറപ്പിച്ച് കൃഷ്ണനഗരിയെ മറ്റൊരു അമ്പാടിയാക്കാൻ കാത്തിരിക്കുകയാണിവർ. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. ആഘോഷത്തിനായി 38,67,700 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. VIP ദർശനത്തിനും ശയന പ്രദക്ഷിണത്തിനും നിയന്ത്രണമുണ്ടാകും. 200ഓളം വിവാഹങ്ങളാണ് അഷ്ടമിരോഹിണി ദിനത്തിൽ ഷീട്ടാക്കിയിട്ടുള്ളത്. 40,000-ഓളം ഭക്തർക്ക് പ്രസാദ ഊട്ട് നൽകും. പ്രസാദ ഊട്ടിന് മാത്രമായി 27,50,000 രൂപയാണ് വകയിരുത്തിയത്. അഷ്ടമിരോഹിണി ദിവസത്തിലെ പ്രധാന വഴിപാടായ അപ്പം 7,25,760 രൂപയ്ക്ക് ഷീട്ടാക്കും. 2 അപ്പം അടങ്ങുന്ന രശീതിന് 35 രൂപയാണ് നിരക്ക്. ഒരാൾക്ക് പരമാവധി 20 ഷീട്ടാക്കാം. 8,80,000 രൂപയുടെ പാൽപ്പായസം നിവേദിക്കും. 3 നേരവും വിശേഷാൽ മേളത്തോടെ കാഴ്ചശീവേലി ഉണ്ടാകും. നെന്മിനി ബലരാമക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് 10:30 കിഴക്കേ നടയിലെത്തും. വൈകിട്ട് 5 മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം പെരിങ്ങോട് ചന്ദ്രന് സമ്മാനിക്കും. പുരസ്കാര ജേതാവ് നയിക്കുന്ന പഞ്ചവാദ്യവും കൃഷ്ണനാട്ടവും അരങ്ങേറും.
ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ്, കെ പി വിശ്വനാഥൻ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ റേഡിയോളജിസ്റ്റിനെ 39 വർഷം കഠിന തടവിനും 1,70,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചു. തൊടുപുഴ ചീനിക്കുഴി സ്വദേശി കുഴിവേലിൽ വീട്ടിൽ ഷിബുവിനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. ബീച്ചിലും ലോഡ്ജുകളിലും കൊണ്ടുപോയി പലതവണ ലൈംഗിക പീഡനം നടത്തിയും സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ച് പണയപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് ശിക്ഷ. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണുത്തി കാളത്തോട് സ്വദേശി പുതുപ്പറമ്പിൽ വീട്ടിൽ സ്വാലിഹിനെയാണ് അറസ്റ്റ് ചെയ്തത്. കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിരുന്ന KSRTC ബസ് കേച്ചേരിയിൽ എത്തിയ സമയത്താണ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റത്. റോഡ് ബ്ലോക്കായതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് സ്വാലിഹ് KSRTC ബസ് കണ്ടക്ടറെ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈനിൽ ജോലി ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടന്നൂർ ശാസ്താംകടവ് സ്വദേശിനിയുടെ 10 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. ഒറ്റപ്പാലം സ്വദേശി വടക്കേതിൽ വീട്ടിൽ മുഹമ്മദ് ഷിഹാസിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒല്ലൂർ ഫാത്തിമ റോഡിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ ആൾ അവശനിലയിൽ കിണറിനുള്ളിൽ കുടുങ്ങി. അരമണിക്കൂറോളം കുടുങ്ങിക്കിടന്നയാളെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. ചെങ്ങാലൂർ സ്വദേശി ഷാജുവിനെയാണ് സുരക്ഷിതമായി പുറത്തെത്തിച്ചത്. ഇടപ്പള്ളി മാത്യു എന്നയാളുടെ വീട്ടിലെ കിണർ വൃത്തിയാക്കാനാണ് ഷാജു എത്തിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ VS സജേഷ്, അനന്തകൃഷ്ണൻ, സഭാപതി, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഓണം കഴിഞ്ഞതോടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞതും ആവശ്യക്കാർ കുറവായതും കർഷകരെ ദുരിതത്തിലാക്കുന്നു. ഏറെ പ്രതീക്ഷകളോടെ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്ത കർഷകരാണ് ഉൽപ്പന്നത്തിന് ന്യായവില ലഭിക്കാതെ കണ്ണീരിലായത്. ഓണക്കാലത്ത് മികച്ച വില പ്രതീക്ഷിച്ചാണ് മലയോരത്തുള്ള പച്ചക്കറി കർഷകർ ഇക്കുറി പയർ, കുക്കുംബർ, വെണ്ട, വഴുതന തുടങ്ങിയ ഇനങ്ങൾ കൃഷി ചെയ്തത്. പതിവില്ലാത്ത വിധം മഴ നീണ്ടുനിന്നത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. കർക്കിടകം അവസാനത്തോടെ മഴ കുറഞ്ഞ് വെയിൽ തെളിയുമ്പോഴാണ് പയർ, വെണ്ട, കുക്കുംബർ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ വിളയാറുള്ളത്. എന്നാൽ ചിങ്ങമെത്തിയിട്ടും നിലയ്ക്കാതെ പെയ്ത മഴ കാർഷികോൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചു. ഓണത്തിനു മുൻപ് വിളവെടുപ്പിന് പാകമാകേണ്ട ചെടികളിൽ കായ്കൾ വിളഞ്ഞത് ഓണം കഴിഞ്ഞാണെന്ന് കർഷകനായ കടമ്പോട് സ്വദേശി ലോനായി കോപ്ലി പറഞ്ഞു. ഓണത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പട്ടലും ഇതൊക്കെ മേടിച്ച് വലയൊക്കെ മേടിച്ച് കൃഷി ചെയ്തു. 1.5 ലക്ഷം രൂപ ചെലവുണ്ട്. ഓണം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കിട്ടിയത്, പയറായി തുടങ്ങിയത്. ഓണം അത് കാരണം കൊണ്ട് ഓണത്തിന് മുമ്പാട് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഒരു വാല്യൂ ഇല്ല, ഒന്നുമില്ല, ആകെ നഷ്ടത്തിലേക്കാണ് കാണുന്നത്. 1.5 ലക്ഷം രൂപയാണ് ഞാൻ ചെലവ് ചെയ്തിരിക്കുന്നത്. ഓണം കഴിഞ്ഞതോടെ മഴ മാറി വെയിൽ തെളിഞ്ഞപ്പോൾ പയറും കുക്കുംബറും പോലുള്ള പച്ചക്കറി ഇനങ്ങൾ ധാരാളമായി ലഭിക്കുന്നുണ്ടെങ്കിലും ആവശ്യക്കാരും വിലയും കുറഞ്ഞതിനാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്നില്ലെന്ന് ലോനായി പറഞ്ഞു. കുക്കുംബർ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അത് മാർക്കറ്റിൽ കൊണ്ടുകൊടുത്താലും കടയിൽ ആർക്കും വേണ്ട. ഒരു 500 കിലോ കുക്കുംബർ ചെയ്യാൻ പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു 1.5 ഇട്ട്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടിട്ട് വെറുതെയും കൊടുക്കുന്നുണ്ട്, പല രീതിയിലും കൊടുക്കുന്നുണ്ട്. പയറും ഒരുപാട് വില കുറവാണ്. 30 രൂപ 40 രൂപയ്ക്കാണ് അവർ പറയുന്നത്. ഓണത്തിന് 100 രൂപ ഉണ്ടായതാണ് പയർ. 1 കിലോ പയർ പോലും കിട്ടിയില്ല. ഓണക്കാലത്ത് കിലോഗ്രാമിന് 100 രൂപയുണ്ടായിരുന്ന പയറിന്റെ വില 30 കുറഞ്ഞു. കുക്കുംബറിന് 10 രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണ്. 1/2 ഏക്കർ സ്ഥലത്ത് ഹൈബ്രിഡ് ഇനത്തിലുള്ള പയറും കുക്കുംബറും കൃഷി ചെയ്ത ലോനായിക്ക് 1.5 ലക്ഷം രൂപയോളം കൃഷി ചെലവ് വന്നിട്ടുണ്ട്. വർഷങ്ങളായി നേന്ത്രവാഴയും പച്ചക്കറിയും കൃഷി ചെയ്തു പോരുന്ന തനിക്ക് ഇത്തരമൊരു തിരിച്ചടി ആദ്യമാണെന്നും ലോനായി കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, കൊടകര. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ ഇരിഞ്ഞാലക്കുട കല്ലേറ്റുംകര സ്വദേശിയിൽ നിന്ന് 1,06,75,000 രൂപ തട്ടിയെടുത്ത പ്രതിയെ കോയമ്പത്തൂരിൽ നിന്നും പിടികൂടി. കോയമ്പത്തൂർ മരുതം നഗർ സ്വദേശി സഞ്ജയെയാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പട്ടികജാതിക്കാരനായതിന്റെ പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് മേളം അവതരിപ്പിക്കാൻ ഇനിയും അനുമതിയില്ലാത്ത പെരിങ്ങോട് ചന്ദ്രന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുരസ്കാരം. 2025 ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരമാണ് പഞ്ചവാദ്യ തിമില കലാകാരൻ പെരിങ്ങോട് ചന്ദ്രന് സമർപ്പിക്കുക. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 14 ദേവസ്വം മന്ത്രി VN വാസവൻ പുരസ്കാരം നൽകും. പെരിങ്ങോട് ചന്ദ്രൻ നേരിട്ട അവഗണനയെക്കുറിച്ച് 8 വർഷം മുൻപ് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു.
അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിൽ ആശങ്കയോടെ കർഷകർ. കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി വിത്തുൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടത് ഈ പാലത്തിലൂടെയാണ്. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി അന്തിക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ നിരവധി തവണ KLDCയെ സമീപിച്ചെങ്കിലും പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അന്തിക്കാട് പടവ് സെക്രട്ടറി VK ശരത് പറഞ്ഞു. അപ്പോൾ KLDC ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ KLDC എല്ലാ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് KDയുടെ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞ് അതിൽ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഇത് പാസ്സാക്കാവുന്ന വിഷയമുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ നടപടികളായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഊഹിച്ചിട്ട് മണ്ണിട്ട് KLDC ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെയ്തു തന്നാലും അത് ചിലപ്പോൾ സ്ഥിരം സംവിധാനമായി മാറും. ആ പാലത്തിൻ്റെ പണി തൽക്കാലം അപ്പോൾ നിന്നു പോകും. പാലവുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും നൽകിയെന്നും ഇനി നടപടി സ്വീകരിക്കേണ്ടത് KDA ആണെന്നുമാണ് KLDC അധികൃതർ പറയുന്നത്. നാട്ടുകാരനായ റവന്യൂ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ആവശ്യമുന്നയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പാടശേഖരത്തിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധന സാമഗ്രികളും കൊണ്ടുപോകേണ്ടത് ഈ പാലം വഴിയാണെന്നതിനാൽ കൃഷിപ്പണി തുടങ്ങിയാൽ ഓവ് വെച്ച് മുകളിൽ മണ്ണിട്ടുറപ്പിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച് പ്രദേശം വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതിയുണ്ടാകും. ആയതിനാൽ എത്രയും വേഗം പാലം പുനർനിർമ്മിച്ച് ആശങ്ക ഒഴിവാക്കണമെന്നാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. TCV തൃശൂർ. ഇന്റർ സ്കൂൾ ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഇരിഞ്ഞാലക്കുടയിൽ ആരംഭിച്ചു. ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂളിലെ ഇന്റർനാഷണൽ അക്വാറ്റിക് കോംപ്ലക്സിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. സമാപന ചടങ്ങിൽ ചലച്ചിത്ര താരം ജയശ്രീ ശിവദാസ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് R സാംബശിവൻ എന്നിവർ സമ്മാനദാനം നിർവഹിക്കും. വിയർപ്പിന്റെ ഗന്ധമുണ്ട് നിർമ്മാണ തൊഴിലാളിയായ NC ശശികുമാറിന്റെ കവിതകൾക്ക്. എരുമപ്പെട്ടി ഉമിക്കുന്ന സ്വദേശിയായ ശശികുമാർ തന്റെ ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഊതിക്കാച്ചിയെടുത്ത കവിതകൾ വെയിൽ ഗന്ധങ്ങൾ എന്ന പേരിൽ പുസ്തകരൂപത്തിൽ പുറംലോകത്തെത്തിക്കുകയാണ് സഹപാഠി കൂട്ടായ്മ. വർഷമായി കെട്ടിട നിർമ്മാണ രംഗത്ത് തൊഴിലെടുക്കുന്ന ശശികുമാർ താൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന വെയിലിനെ സുഹൃത്തായി കണ്ട് കഥാപാത്രമാക്കി എഴുതിയ കവിതയാണ് വെയിൽ ഗന്ധങ്ങൾ. സൂര്യാഘാതത്തെ പശ്ചാത്തലമാക്കി എഴുതിയ കവിതയിൽ വിയർപ്പിൽ മുഷിഞ്ഞവരെ സമൂഹം കയ്യകലത്തിലേക്ക് മാറ്റി നിർത്തുന്ന പ്രവണതയ്ക്കെതിരെയുള്ള വിമർശനവും പ്രതിഷേധവുമുണ്ട്. 40 വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് വെയിലായിട്ടാണ്. വെയിലിനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ് കാണുന്നത്. ആ ഒരു ചിന്തയിൽ നിന്നാണ് വെയിലിനെ കഥാപാത്രമാക്കിയിട്ട് ഞാൻ വെയിൽ ഗന്ധങ്ങൾ എന്ന കവിത എഴുതിയിട്ടുള്ളത്. ഒരു സൂര്യാഘാതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളൊരു കവിതയാണത്. വിയർത്ത് മുഷിഞ്ഞ ഒരാളിനെ കാണുമ്പോൾ വെള്ള ഷർട്ടിട്ട് നടന്ന ഒരാളെ അപരിചിതനാക്കുക, കൂടെ പഠിച്ച ഒരാളെ അപരിചിതനാക്കുക, അത്തരം ഒരു ചിന്തയിൽ നിന്ന് കൂടി ചേർത്ത് എഴുതിയിട്ടുള്ള കവിതയാണ് വെയിൽ ഗന്ധങ്ങൾ. അതേമാതിരിയുള്ള വിഷയങ്ങളാണ് യുദ്ധം, അതുപോലെ ഫാസിസം, മനുഷ്യനുണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇരവൽക്കരണം, ഇതൊക്കെയാണ് എൻ്റെ കവിതകൾ നല്ലപോലെ സ്വാധീനിക്കാറുള്ളത്. 200-ൽ പരം കവിതകൾ എഴുതിയിട്ടുണ്ട് ശശികുമാർ. ഇതിൽ തെരഞ്ഞെടുത്ത 70 കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീഷ്ണമായ ജീവിതാനുഭവങ്ങളും പാർശ്വവൽക്കരണവും ഇരവൽക്കരണവും മനുഷ്യന്റെ ദുഃഖവും അധിനിവേശവുമെല്ലാം ശശികുമാറിന്റെ കവിതകളിലുണ്ട്. യുദ്ധത്തിനെതിരെ സാമൂഹിക മാധ്യമത്തിൽ എഴുതിയ ജയം എന്ന കവിത ഏറെ പ്രശംസ നേടിയിരുന്നു. ചിതറിക്കിടക്കുന്ന ജഡങ്ങൾക്കിടയിൽ മണ്ണിൽ മുഖം ചേർത്ത് കിടക്കുന്നു ഒരു പിഞ്ചു ജഡം. ചിതറിക്കിടക്കുന്ന ജഡങ്ങൾക്കിടയിൽ മണ്ണിൽ മുഖം ചേർത്ത് കിടക്കുന്നു ഒരു പിഞ്ചു ജഡം. അവനും മണ്ണിനുമിടയിൽ ദൈവം മരിച്ചു കിടക്കുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982-83 വർഷത്തെ SSLC കൂട്ടായ്മയായ ഈ മനോഹര തീരത്ത് എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് അലുമിനി ബുക്സ് എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കുന്നത്. ഈ ബാച്ചിലെ അംഗമായ ചുമർ ചിത്രകാരൻ PK സദാനന്ദനാണ് കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കവി രാവുണ്ണി പുസ്തകം പ്രകാശനം ചെയ്യും. ചടങ്ങ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം TK വാസു ഉദ്ഘാടനം ചെയ്യും. TCV ന്യൂസ്, എരുമപ്പെട്ടി. പ്രൈവറ്റ് ബസ് തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ നടന്നു. INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗം കടകംപള്ളി സുരേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ ഉറപ്പുവരുത്താൻ തൊഴിലാളി സംഘടനകൾ എല്ലാ കാലത്തും ബാധ്യസ്ഥരാണെന്ന് അദ്ദേഹം പറഞ്ഞു.
മലയാലപ്പുഴ ജ്യോതിഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ല ടീച്ചേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ TT സൈജൻ മാസ്റ്ററെ അയ്യന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു ആദരം നിർവഹിച്ചു. ടീച്ചേഴ്സ് ഫോറം കൺവീനർ KNK പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ AK അനീന, വൊക്കേഷണൽ വിഭാഗം മേധാവി VV ശാലിനി, ഡയറ്റ് ഫാക്കൽറ്റി C അനിത, ടീച്ചേഴ്സ് ഫോറം ട്രഷറർ ജോബി ബെൻസ്, ഗവൺമെന്റ് LP ഹെഡ് മാസ്റ്റർ TM കമറുദ്ദീൻ, സംഘടനാ പ്രതിനിധി സുനിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ PP തങ്കച്ചൻ അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച. വിടവാങ്ങിയത് കോൺഗ്രസ് തറവാട്ടിലെ കാരണം. പോലീസ് കസ്റ്റഡി മർദ്ദനം തുടർക്കഥയാകുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കരിക്കുകൊണ്ടുള്ള മർദ്ദനത്തിനിടയായ മധ്യവയസ്കൻ ഇപ്പോഴും ചികിത്സയിൽ. 2 വാരിയെല്ലുകൾ പൊട്ടിയ അരിമ്പൂർ സ്വദേശി സുനിൽകുമാറാണ് ചികിത്സയിൽ തുടരുന്നത്. എയിംസ് വരാൻ ഏറ്റവും അനുയോജ്യം ആലപ്പുഴയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സർക്കാർ തടസ്സം നിന്നാൽ സമരരംഗത്തിറങ്ങുമെന്നും സുരേഷ് ഗോപി. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വഴിയോര കച്ചവടം സജീവം. പടിഞ്ഞാറേ നടയ്ക്ക് സമീപമാണ് അനധികൃത കച്ചവടം നടക്കുന്നതെന്ന് ആക്ഷേപം. കുറുക്കഞ്ചേരി കൃഷിഭവന് മുൻപിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹ്യവിരുദ്ധർ തകർത്തു. സംഭവത്തിൽ നെടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജി മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ 1 മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചത് 6 പേർ. വരന്തരപ്പള്ളി കവരംപള്ളിയിൽ പുലി ഇറങ്ങിയതായി സംശയം. കഴിഞ്ഞ ദിവസം റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടതായി പ്രദേശവാസി. വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.